പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ബൈബിൾ വോയിസ് മിനിസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അറിയിക്കുന്നു. ഇന്നത്തെ തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യം. പുതിയ നിയമത്തിലെ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന തിരുവചനമാണ്. നമുക്കറിയാം, ദൈവത്തിൽ നകന്നു പോയ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു പദ്ധതി, അത് ദൈവം ദാനമായിട്ട് ലോകത്തിന് മനുഷ്യർക്ക് നൽകി എന്നുള്ളതാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ ഈ വചനത്തിൽ കൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതെന്താണ് എന്നുള്ളത് 1-2 മിനിറ്റിനുള്ളിൽ ഞാൻ പെട്ടെന്ന് ചുരുക്കമായി പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ഒരു മനുഷ്യന് നശിച്ചു പോകരുത് എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, എങ്ങനെയാണ് നശിച്ചു പോകുന്നത്? മരിക്കുന്നതാണോ, വല്ല അപകടപ്പെടുന്നതാണോ? അല്ല, അതൊന്നുമല്ല. പിന്നെ എന്താണ്? പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൻ്റെ ആ ശിക്ഷാവിധി എന്ന് പറയുന്നത് നിത്യനരകമാണ്. വിശുദ്ധ വേദപുസ്തകം അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ മരണത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന്, ഈവൻ നരകത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെന്ന് ആരാഗ്രഹിച്ചു? ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ തെറ്റി, അതേ പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നതല്ലേ, നമുക്കതൊക്കെ അറിയാം. പക്ഷേ ആ മനുഷ്യനെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചു. എന്നിട്ട് സ്നേഹിച്ചു. ആരെ സ്നേഹിച്ചു? പാപികളായ മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇന്ന് ലോകത്തിൽ ആരും ചെയ്യാത്ത കാര്യമാണ് അതല്ലേ. എന്നാൽ ദൈവം ചെയ്ത, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന എൻ്റെ യേശു പാപികളെ രക്ഷിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവമക്കൾ കൂടി ഒരുമിച്ച് സന്തോഷിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലത്തെ രഹസ്യം എന്താണെന്നറിയാമോ? നിത്യനാശത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു, ആരാധന അർപ്പിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ആരെങ്കിലും ഈ ദൈവം ദാനമായി നൽകിയ രക്ഷ സ്വീകരിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനാണ് നശിച്ചു പോകാതിരിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ? താങ്കൾക്ക് വേണ്ടി യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ വന്നുവെന്നും താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തിയെന്നും ഇന്ന് വിശ്വസിച്ച ജീവിതത്തിൽ യേശുവിനെ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ മകനെന്നും മകളെന്നുള്ള പദവിയിൽ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുവാൻ കഴിയും. അതിനുവേണ്ടി ദൈവം താങ്കളെ സഹായിക്കട്ടെ സഹോദരി എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അവരെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഈ വാക്കിൽ ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കണമേ. യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വകയായി തീരുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ സുവിശേഷകൻ സാമുവേൽ തോമസ്.